പ്രിയമുള്ള ഈ പ്രദേശത്തുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് കേട്ടതെന്താ? അവര് പുത്തൻവാദികളാണെന്നല്ലേ, അവര് പുതിയ വിശ്വാസക്കാരാണ് എന്നല്ലേ? അതിനാ നിങ്ങളോട് പറയുന്നത്, മാറ്റുരച്ചു നോക്ക്. മഹാന്മാരായ അമ്പിയാക്കൾ ആരോട് ദുആ ചെയ്തു? ശുഹദാക്കൾ ആരോട് ദുആ ചെയ്തു? സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും ആരോട് ദുആ ചെയ്തു? അവർക്കാർക്കെങ്കിലും ഒരു ഖുതുബുൽ അഖ്താബിനെ പരിചയമുണ്ടോ? അവർക്കാർക്കെങ്കിലും ഗൗസുൽ അഅ്ലമിനെ അറിയാമോ? അവരാരെങ്കിലും അബ്ദാലികളെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ഒരൊറ്റ നബിമാർക്കും അതൊന്നും അറിഞ്ഞുകൂടാ. അവരാരും ഈ സമൂഹത്തോടത് പഠിപ്പിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചോ, അതുപോലെ തന്നെ എന്നെ വിളിച്ചോ, അതുപോലെ തന്നെ ഖുതുബീങ്ങളെ വിളിച്ചോ, ഖുതുബുസ്സമാനെ വിളിച്ചോ എന്നിങ്ങനെ നബി തങ്ങൾ എവിടെയാ പറഞ്ഞത്? എവിടെ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഒരിടത്തും കാണാൻ സാധ്യമല്ല. മുജാഹിദുകൾ ഇതാണ് പറയുന്നത്, നബിമാരുടെ പാത അതാണ്, സിദ്ദീഖീങ്ങളുടെ പാത അതാണ്, ശുഹദാക്കളുടെ പാത അതാണ്, സാലിഹീങ്ങളുടെ പാത അതാണ്, റബ്ബിനോട് തേടലാണ് അവരുടെ പാത. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരൊക്കെ അള്ളാഹിനോടേ തേടിയിട്ടുള്ളൂ. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോ അള്ളാഹുവിനോടാണ് ശിഫയ്ക്ക് വേണ്ടി തേടിയത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് സന്താനത്തെ മോഹിച്ചപ്പോ അള്ളാഹുവിനോടാണ് തേടിയത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താനമില്ലാതെ വിഷമിച്ചപ്പോ അള്ളാഹിനോടാണ് തേടിയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോടാണ് തേടിയത്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമും യഅഖൂബ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോടാണ് തേടിയത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം റബ്ബിനോടാണ് തേടിയത്. എന്തിനാ ഞാൻ ഇങ്ങനെ എണ്ണി പറയുന്നത്? മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളെ നിങ്ങൾ പുത്തൻവാദികളാണെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാര് സമൂഹത്തോട് മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജിലും പേജിലും ഒക്കെ പറയുന്നു. നിങ്ങൾ അവരോട് അള്ളാനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല. അത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയായിനോട് ചോദിക്കണം, നബിമാരോട് ചോദിക്കണം, സാലിഹീങ്ങളോട് ചോദിക്കണം. അതുകൊണ്ടേ ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ളൂ. അല്ലാത്തത് കിട്ടിയെങ്കിൽ കിട്ടിയെന്നേയുള്ളൂ എന്ന അർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരുടെ കയ്യിലാണ് പുത്തൻവാദം? അതല്ലെങ്കിൽ ഈ ഭാഗം ആളുകൾ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ഒരു ഖുതുബിനെ പരിചയപ്പെടുത്തിയത്? മറ്റുള്ളവരോട് വിളിച്ചു തേടുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പ്രിയമുള്ളവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മാത്രമല്ല ഇവിടെ സമൂഹത്തോട് പറയുന്നത് എന്താണ്? ലോകത്തതാ ഓരോ ഘട്ടത്തിലും ഖുതുബുസ്സമാനുണ്ട്. അമ്പറത്തെ തങ്ങൾ ഖുതുബുസ്സമാനാണ് പോലും. അതുപോലെ തന്നെ CM മടവൂര് ഖുതുബുസ്സമാനാണ് പോലും. എന്ത് തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം അവരോടാണ് വിളിച്ചു തേടേണ്ടത്. അല്ലാഹുവേ എന്ന് വിളിച്ചു തേടിയിട്ടൊരു പ്രയോജനവുമില്ല. റബ്ബിനോടല്ല തേടേണ്ടത്. റബ്ബിനോട് തേടുന്നതിന്റെ മുമ്പ് റഹ്മാനായ റബ്ബിലേക്ക് പ്രതീക്ഷകൾ അർപ്പിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മാക്കളായ ആളുകളോട് വിളിച്ചു തേടിയാലല്ലാതെ ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ളൂ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട്, സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മമ്പുറത്തെ തങ്ങളെ വിളിച്ചു തേടുകയാണ്. തെറ്റുകുറ്റം മൂത്ത പാപിയുടെ ഹൃത്തടത്തെ കുറ്റമറ്റേതാക്കിടേണേ മമ്പുറത്തെ മുത്തേ. മമ്പുറത്തെ ശൈഖിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ഹൃദയമാണ് എന്റേത്. എന്റെ ഹൃദയത്തെ കുറ്റമറ്റ രൂപത്തിൽ എന്റെ ഹൃദയത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നുകൊണ്ട് എന്നെ പരിശുദ്ധമാക്കിയിടണേ എന്ന് വദാ അള്ളാഹുവിനോട് തേടേണ്ടുന്ന ഗൗരവത്തോടുകൂടെയുള്ള ആ തേട്ടം മമ്പുറത്തെ തങ്ങൾ അടക്കമുള്ള മഹാന്മാരോടാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരാ, റഹ്മാനായ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി
ഇങ്ങനെ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകള്, റബ്ബിലേക്ക് മാത്രം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ല. ചോദിക്കുന്നവന് അവന്റെ കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണ്. കാരണം അതിലെ കാര്യം നേടും എന്ന് ഉറപ്പുള്ളൂ. ആലോചിക്കണം, ഇതൊക്കെ മലയാളത്തിൽ നമ്മുടെ കേരളക്കരയിൽ എഴുതിവിട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പച്ച മലയാളത്തിൽ എഴുതിവിട്ടിട്ടുള്ളതാണ് ഇതൊക്കെ. ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് അള്ളാനോട് നേരിട്ട് ചോദിക്കലല്ല. ശരിക്ക് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് തീരുമാനിക്കുക എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള്, ആരാണിവിടെ നബിമാരുടെ പാതയിൽ ഉള്ളത്? ആരാണിവിടെ പുത്തൻ പാത നിർമ്മിച്ചിട്ടുള്ളത്? അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നത്, അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. നോക്കണം നിങ്ങൾ, അള്ളാനോട് തേടലാണ് അല്ലാഹുവല്ലാത്തവരോട് തേടുന്നതിനേക്കാൾ ഉത്തരം കിട്ടുവാൻ ഏറ്റവും നല്ലത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നാണ് ഇവിടെ സമൂഹത്തോട് പറയുന്നത്. സഹോദരങ്ങൾ, ഇതൊക്കെ പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എഴുതി വെച്ചിട്ടുള്ള വരികളാണ്.